പണ്ട് മുതലേ നമ്മുടെ കാരണവന്മാർ, ആലിമീങ്ങൾ, സൂഫിയാക്കൾ ഏതൊരു പ്രയാസകരമായ വിഷയവും സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് കുത്തുബിയത്ത് നേർച്ചയാക്കാറുണ്ട്. ഇനി അതല്ല, മഹാനായ സയ്യിദി അബ്ദുൽ ഖാദിറിൽ ജീലാനി റളിയല്ലാഹു അൻഹുവിനോടുള്ള അദമ്യമായ സ്നേഹം നിമിത്തം പതിവായി കുത്തുബിയത്ത് ചൊല്ലുന്നവരുമുണ്ട്. ഇതിലൂടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ സംഭവിച്ച ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട്. നമ്മളിൽ പല ആളുകളും അനുഭവസ്ഥരുമാണ്. പക്ഷേ കുത്തുബിയത്ത് ഓതാനായിട്ട് ഒരുപാട് സമയം വേണം, അല്ലേ? മണിക്കൂറുകൾ വേണം കൃത്യമായി നിബന്ധനകൾ പാലിച്ച് കുത്തുബിയത്ത് നമ്മൾ ചൊല്ലുമ്പോൾ. എന്നാൽ ഞാൻ നിങ്ങൾക്കിന്ന് വളരെ ചെറിയ നിമിഷം കൊണ്ട്, ഒരു 2 മിനിറ്റ് കൊണ്ട് ചൊല്ലി തീർക്കാൻ പറ്റിയ കുത്തുബിയത്ത് പറഞ്ഞു തരട്ടെ. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെക്കുന്ന മനോഹരമായ ഒരു കുത്തുബിയത്ത്. 2 മിനിറ്റ് മതി. എത്ര വലിയ പ്രതിസന്ധികൾക്ക് മുമ്പിൽ നിങ്ങൾ നിൽക്കുമ്പോഴും മഹാനായ സയ്യിദി അബ്ദുൽ ഖാദിറിൽ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കുന്ന അതിവിശിഷ്ടമായൊരു കുത്തുബിയത്ത് നമുക്കൊന്ന് പഠിച്ചാലോ? ഇത് ജീലാനി തങ്ങളുടെ പേരിലൊരു സമ്മാനമായിട്ട് നിങ്ങളിലേക്ക് നൽകുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ തൗഫീക്ക് നൽകട്ടെ. 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? അല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അവൻ ഏറ്റെടുക്കുമാറാകട്ടെ. കുത്തുബിയത്ത് എല്ലാവർക്കും പരിചിതമാണല്ലേ? യാ മുഹയ്യദ്ദീനി യാ മുഹയ്യദ്ദീനി യാ മുഹയ്യദ്ദീനി അബ്ദുൽ ഖാദിർ ജീലാനി. മഹാനായ സയ്യിദി അബ്ദുൽ ഖാദിറിൽ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുള്ള മദ്ഹുകളാണ് യഥാർത്ഥത്തിൽ ഈ കുത്തുബിയത്ത് എന്ന് പറയുന്നത്, അല്ലേ? കുത്തുബിയത്ത് ആരാണ് രചിക്കുന്നത്? അത് മഹാനായ സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു എന്ന വലിയ മഹാപണ്ഡിതൻ, വിശ്രുതനായ പണ്ഡിതനാണ്. എന്താ ഈ കുത്തുബിയത്തിലുള്ളത്? ഇതിൽ നമ്മൾ കുത്തുബിയത്ത് തുടങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു, അവനോട് ദുആ ചെയ്യുന്നു. അതുപോലെ തന്നെ മഹാനായ സയ്യിദി അബ്ദുൽ ഖാദിറിൽ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെയും അവിടുത്തെ വല്യുപ്പയായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയൊക്കെ മദ്ഹ് പാരായണം ചെയ്യുന്നു. അവരുടെ നാമങ്ങൾ കൊണ്ട് തവസ്സുലാക്കുന്നു. മഹാനായ അബ്ദുൽ ഖാദിറിൽ ജീലാനി റളിയല്ലാഹു അൻഹുവിനോട് ഇസ്തിഗാസ ചെയ്യുന്നു. അവസാനം റബ്ബുൽ ആലമീനായ തമ്പുരാനോട് ഖൽബ് പൊട്ടിയിട്ട് ദുആ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ചുരുക്കി പറഞ്ഞാൽ കുത്തുബിയത്തിലുള്ളത്, ഇല്ലേ? അതിനിടയിൽ നമ്മൾ വിളിക്കുന്നുണ്ട് 1000 തവണ മഹാനായ സയ്യിദി അബ്ദുൽ ഖാദിറിൽ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ. ഇതൊക്കെ വലിയൊരു വിഷയമായിട്ട് പല ആളുകളും തെറ്റിദ്ധരിച്ചു പോകുന്നുണ്ട്. മക്കൾ, ഇതൊക്കെ സിമ്പിളാണ്. നിങ്ങൾക്ക് അള്ളാനെ മനസ്സിലായിട്ടില്ല, അവിടെയാണ് ഈ വിഷയം. നിങ്ങൾ അള്ളാനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇതൊന്നും ശിർക്കാണ് നിങ്ങൾ പറയില്ല. ഇതൊക്കെ എന്ത് ശിർക്കാണോ? എന്ത് ശിർക്ക്? മഹാനായ ജീലാനി തങ്ങൾ ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ അള്ളാഹു നൽകുന്നത് പോലെ നൽകുമെന്നോ വിചാരിച്ചൊന്നും ഒരു മുസ്ലിമും അവരെ വിളിക്കുന്നില്ല. അള്ളാൻ്റെ വലി. എന്താണ് അള്ളാൻ്റെ വലി? അള്ളാൻ്റെ വലിയനെ വിളിക്കാൻ പറഞ്ഞത് പടച്ചോൻ തന്നെയാണ്. ഇന്നമാ വലിയുക്കും. സൂറത്തുൽ മാഇദയിലൂടെ അള്ളാഹ് പറയാൻ, ഇന്നമാ വലിയുക്കും, നിശ്ചയം നിങ്ങളുടെ സഹായി ആരാണ്? അള്ളാഹുവാണ്. വ റസൂലുഹു, അള്ളാൻ്റെ റസൂലുമാണ്. വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാത്ത വയുഅ്തൂന സകാത്ത വഹും റാക്കിഊൻ. ഈ പറഞ്ഞ ക്വാളിറ്റിയൊക്കെ ഉള്ള അള്ളാൻ്റെ ഔലിയാക്കളുമാണ്. ഇതൊക്കെ ആരാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സഹായിയാണ്. എൻ്റെ അള്ളാഹ് മാത്രം കൊണ്ട് പടച്ചോനെ നിർത്താമായിരുന്നു, നിർത്തിയില്ലല്ലോ. അള്ളാഹു സഹായിയാണ്, റസൂല് സഹായിയാണ്, ഔലിയാക്കൾ സഹായിയാണ്. അടുത്ത ആയത്ത് എന്താ? ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാത്ത വയുഅ്തൂന സകാത്ത വഹും റാക്കിഊൻ വമൻ യതവല്ലല്ലാഹ. ആരെങ്കിലും അള്ളാഹിനോട് സഹായം തേടിയാൽ, വറസൂലഹ്, അള്ളാഹിൻ്റെ റസൂലിനോട് സഹായം തേടിയാൽ, വല്ലദീന ആമനു, മേൽപ്പറയപ്പെട്ട ഔലിയാക്കളോട് സഹായം തേടിയാൽ. അള്ളാഹിനോട് തേടിയാൽ എന്ന് മാത്രം പറഞ്ഞ് നിർത്തിയില്ല. അള്ളാഹിനോട് തേടിയാൽ, റസൂലുള്ളാഹിനോട് തേടിയാൽ, ഔലിയാക്കളോട് തേടിയാൽ, ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ, അവരാണ് അള്ളാഹിൻ്റെ പാർട്ടിക്കാർ. അപ്പം അള്ളാഹിനോടും റസൂലുള്ളാഹിനോടും ഔലിയാക്കളോടും തേടുന്നവരാണ്, സഹായതേട്ടം നടത്തുന്നവരാണ് അള്ളാഹിൻ്റെ പാർട്ടിക്കാർ. അങ്ങനെയാണെങ്കിൽ
അപ്പോൾ അള്ളാഹിനോടുള്ള തേട്ടത്തിലുള്ള വ്യത്യസ്തത എന്താ? ഒരു മുസ്ലിമിന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ബുദ്ധിയുണ്ടോ അവന് മനസ്സിലാവും. കാരണം അള്ളാഹിനോട് അവൻ ചോദിക്കുന്നത് ഇലാഹാണ് എന്ന അർത്ഥത്തിലാണ്. നബിയോടും ഔലിയാക്കളോടും ചോദിക്കുന്നത് അള്ള കൊടുക്കാതെ ചെറുവിരൽ അനക്കാൻ പോലും മുത്തുനബിക്ക് പോലും കഴിയില്ല. അങ്ങനെയുള്ള മുത്തുനബി തങ്ങൾ അള്ള കൊടുത്ത കഴിവിൽ നിന്ന് എന്നെ സഹായിക്കുമെന്നാണ്, അല്ലെങ്കിൽ അള്ളാഹിനോട് ചോദിച്ചു വാങ്ങിത്തരുമെന്നാണ്. അല്ലാതെ ദൈവമായി കരുതി ഒരാളും വിളിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞുണ്ടാക്കുന്ന പുത്തൻവാദികളെ നിങ്ങൾ എന്തർത്ഥത്തിൽ, നിങ്ങൾ എങ്ങനെ അള്ളാഹിൻ്റെ മുമ്പിൽ പോയി നിൽക്കും മക്കളെ? നിങ്ങൾ എങ്ങനെ അള്ളാഹിൻ്റെ മുമ്പിൽ പോയി നിൽക്കും? മുസ്ലിമായൊരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി കാഫിറും മുശ്രിക്കുമാക്കിയിട്ട് നിങ്ങൾ എങ്ങനെ പടച്ചോനെ ഫേസ് ചെയ്യും? അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കണ്ടേ? ഇല്ലേ? നിങ്ങളുടെ കയ്യും കാലുമൊക്കെ സംസാരിക്കുന്ന ഒരു നിമിഷം വരാനുണ്ട്. നിങ്ങൾക്ക് ആ നിമിഷത്തെക്കുറിച്ച് പേടിയില്ലേ മക്കളെ? നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ ആരും കുറ്റം പറയുന്നില്ല. നിങ്ങൾക്ക് പേടിയില്ല പടച്ചോനെ? കാഫിറാണ്, മുശ്രിക്കാണ്, കുബൂരിയാണെന്നൊക്കെ പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിനെ വിളിക്കുമ്പോൾ നിങ്ങൾ രാത്രി കിടക്കാൻ നേരത്ത് നെഞ്ചത്ത് കൈവച്ചൊന്ന് ചിന്തിക്ക്. അവർ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ ആരാധിക്കുന്നില്ല എന്ന്. പിന്നെ ഞങ്ങൾ തിരിച്ച് സുന്നികളെ നിങ്ങൾ റസൂലുള്ളാഹിനെയും ഔലിയാക്കളെയും ആരാധിക്കുന്നവരാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ മുമ്പിൽ ഞങ്ങൾ കുറ്റക്കാരാവൂലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഈ മൗലവിമാർ നിങ്ങളെ പറ്റിക്കുകയാണ്. നിങ്ങൾക്ക് അള്ളാഹിനെ മനസ്സിലായിട്ടില്ല കേട്ടോ, അള്ളാഹിനെ മനസ്സിലായിട്ടില്ല. സ്വഹീഹുൽ ബുഖാരിയിലെ ഖുദ്സിയായ ഹദീസില്ലേ, എന്നിലേക്കൊരടിമ അടുത്താൽ അവൻ എന്താ കിട്ടുക? ഞാൻ അവൻ കേൾക്കുന്ന കേൾവിയാകും, അവൻ കാണുന്ന കണ്ണ് ഞാനായി മാറും, അവൻ പിടിക്കുന്ന കൈ ഞാനായി മാറും. എടോ, ഇതൊക്കെ അള്ളയായി മാറും എന്ന് പറഞ്ഞാൽ ഒരറ്റമില്ലാത്തവണ്ണം പടച്ചോൻ അവർക്ക് സഹായം കൊടുക്കും. ഇവിടെ നിന്ന്, അതായത് ഇമാം റാസി റളിയല്ലാഹു അൻഹു നിങ്ങളുടെ മൗലവിമാരല്ലല്ലോ. ഇമാം റാസി റളിയല്ലാഹു അൻഹു അടുത്ത തഫ്സീറിൽ രേഖപ്പെടുത്തുന്നില്ലേ, സമിഅൽ ഖരീബ വൽ ബഈദ്, ദൂരെയുള്ളതും അടുത്തുള്ളതും കേൾക്കാൻ പറ്റും. അള്ളാഹ് കാതായി മാറും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ ദൂരെയുള്ളതും കേൾക്കാം, അടുത്തുള്ളതും കേൾക്കാം, ദൂരെയുള്ളതും കേൾക്കാം. അല്ല, അപ്പോൾ ദൂരെ നിന്നൊരാൾ യാ ശൈഖ് മുഹ്യിദ്ദീൻ എന്ന് വിളിച്ചാൽ ആ മഹാന് അള്ള കൊടുത്ത കഴിവിൽ നിന്നത് കേൾക്കാൻ പറ്റുമെന്ന് ഈ ഹദീസിൽ നിന്ന് വ്യക്തമല്ലേ? ഈ ഹദീസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മക്കളെ? സ്വഹീഹുൽ ബുഖാരിയിലുള്ളതല്ലേ, ഖുദ്സിയായ ഹദീസല്ലേ. ഖുദ്സി എന്ന് പറഞ്ഞാൽ എന്താ? മുത്തുനബി ഓൺ വേർഡ്സിൽ പറയല്ല, അള്ള പറഞ്ഞതായിട്ട് മുത്തുനബി തങ്ങൾ എടുത്ത് പറയുന്ന ഹദീസാണ്. ഇല്ലേ? നിങ്ങളിതൊക്കെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്കിത് കാണിച്ചു തന്നിട്ടുണ്ടോ? നിങ്ങളെ പറ്റിക്കല്ലേ ജനങ്ങൾ? ഇല്ലേ? നിങ്ങളെ പറ്റിക്കല്ലേ? ഉമ്മത്ത് മുസ്ലിം അള്ളാഹനല്ലാത്ത ആരെങ്കിലും ആരാധ്യനാണെന്ന അർത്ഥത്തിൽ വിളിക്കോ മക്കളെ? എന്തിനാണ് നിങ്ങളിങ്ങനെ പെട്ടുപോകുന്നത്? ഈ ജാഹിലീങ്ങളായ ആളുകൾ. ഇപ്പോൾ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. മുസ്ലിം ഉമ്മത്തിനെ കാഫിറാക്കാൻ വേണ്ടി വന്ന ഈ പുത്തൻ പ്രസ്ഥാനക്കാർ ഇപ്പം ആരാ? നിങ്ങൾ മുസ്ലിമാണെന്ന് നിങ്ങളുടെ കൂടെയുള്ളവർ സമ്മതിക്കുന്നുണ്ടോ? ഇല്ലേ? ഉണ്ടോ? സമ്മതിക്കുന്നുണ്ടോ? ഇപ്പോൾ ഒരു വിഭാഗം, ഈ പറയുന്ന പ്രസ്ഥാനത്തിലെ ഒരു വിഭാഗത്തെക്കുറിച്ച് മറ്റേ വിഭാഗം എന്താ പറയണേ? നീ കാഫിറാണ്, നീ മുശ്രിക്കാണെന്നാണ്. അതായത് ഉമ്മത്ത് മുസ്ലിമിനെ മുശ്രിക്കാക്കിയവർ ഇന്ന് സ്വയം മുശ്രിക്കാണെന്നുള്ള വിളി കേൾക്കണില്ലേ? നിങ്ങളെ ജിന്ന് പൂജകരെന്നപ്പുറത്തുള്ളവർ വിളിക്കുന്നില്ലേ? നിങ്ങൾ അള്ളാഹുവിന് കയ്യും കാലും ചന്തിയും ഉണ്ട് എന്ന് വരെ നിങ്ങളുടെ ലേഖനങ്ങളിൽ എഴുതി വെച്ചതുകൊണ്ട് നിങ്ങൾ ഭദ്രകാളി പൂജകരാണെന്ന് അപ്പുറത്തുള്ളവർ നിങ്ങളെ വിളിക്കണില്ലേ മക്കളെ? ഇല്ലേ? അള്ളാഹിനെ ആരാധിക്കുന്നതിന് പകരം നിങ്ങൾ ഭദ്രകാളിയെയാണ് ആരാധിക്കുന്നത്, നിങ്ങൾ ജിന്നിനെ പൂജിക്കുന്നവരാണെന്നൊക്കെ എതിരാളികൾ നിങ്ങളെക്കുറിച്ച് പറയുന്നില്ലേ മക്കളെ? ഞങ്ങൾ പറയണില്ല, നിങ്ങളെക്കുറിച്ച് അവർ പറയണില്ലേ മക്കളെ? ഇല്ലേ? നിങ്ങൾക്കൊന്ന് ചിന്തിച്ചൂടെ? മോശമല്ലേ ഇതൊക്കെ? അള്ളാഹ് ബുദ്ധി എന്നിട്ടില്ലേ നിങ്ങൾക്ക്? കോമൺ സെൻസ് ഇല്ലേ നിങ്ങൾക്ക്? ഒന്ന് കോമൺ സെൻസ് കൊണ്ടൊന്ന് ചിന്തിക്ക്. നിങ്ങൾ ചിന്തിക്ക്. അള്ളാഹു ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാം റംലി റളിയല്ലാഹു അൻഹു അടക്കം പറയുന്നുണ്ട്, ഈ വിളി മക്കളെ ഇത് നല്ലതാ, ഇത് നല്ല വിളിയാ. കാരണം മുത്തുനബിയെ കൊണ്ട് സ്വഹാബത്ത് വിളിച്ചിട്ടുണ്ട്. ബിലാൽ മുസ്നിയൊക്കെ റസൂലുള്ളാഹിൻ്റെ ഖബറിൻ്റെ അടുക്കൽ വന്നിട്ട് പറയാ, യാ റസൂലല്ലാ, അള്ളാഹിൻ്റെ തിരുദൂതരെ മഴ തരണം, മഴ വാങ്ങിത്തരണം, അള്ളാഹിനോട് മഴ മേടിച്ചു തരണം, ഞങ്ങൾക്ക് മഴയില്ല. ശിർക്കാണെങ്കിൽ ഈ വിവരം അറിയുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തല വെട്ടണ്ടേ? വെട്ടിയോ? ഇല്ലല്ലോ, മഴ കിട്ടിയില്ലേ? അപ്പോൾ ബിലാൽ മുസ്നി മുശ്രിക്കായോ? ഇത് അറിഞ്ഞിട്ട് മിണ്ടാതെ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു മുശ്രിക്കായോ? ഇനി സഹായം കൊടുത്ത മുത്തുനബിയും മുശ്രിക്കായോ നിങ്ങളുടെ ഭാഷയിൽ? ഇതെന്തൊരു ദീനാടോ? ഇത് അള്ളാഹിൻ്റെ മതമല്ല കേട്ടോ, ഇത് വേറെന്തോ സാധനമാണ്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒറ്റ വിഷയം, ദുആ അള്ളാഹിനോട് മാത്രം. ദുആ, അദ്ദുആ ഹുവൽ ഇബാദ. ദുആ എന്ന് പറഞ്ഞാൽ അത് ആരാധനയാണ്. അതാരോട് മാത്രം? അത് അള്ളാഹ്ക്ക് മാത്രം. സഹായതേട്ടം അള്ളാഹ് നമുക്ക് പഠിപ്പിച്ചെന്ന് ആരോടും? അള്ളാഹ് പറഞ്ഞു, മുത്തുനബിയും അള്ളാഹിൻ്റെ സ്വാലിഹീങ്ങളും, അതായത് ഔലിയാക്കളും നിങ്ങൾക്ക് സഹായികളാണ്. ചോദിക്കും മക്കളെ, അവരാണ് അള്ളാഹിൻ്റെ പാർട്ടിക്കാർ. അപ്പം നമ്മൾ പറഞ്ഞു വന്ന വിഷയം, മഹാനായ സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു വലിയ മഹാനല്ലേ? മഹാനെപ്പോഴും റസൂലുള്ളാഹിൻ്റെ മൗലിദ് ധാരാളം എഴുതുന്നവരാണ്. ഒരിക്കലും സ്വപ്നത്തിൽ സുന്ദരനായ ഒരു മനുഷ്യൻ ഇങ്ങനെ കാണാൻ, നിങ്ങൾ എൻ്റെ വെല്ലുപ്പയുടെ മദ്ഹകൾ ധാരാളം എഴുതുന്നുണ്ട്, എന്നെക്കുറിച്ചൊന്നും പറയാത്ത എന്താ? അതാരായിരുന്നു? സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ആണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ മഹാനെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ പരിണിത ഫലമെന്നോണമാണ് ഈ കുത്തുബിയത്തൊക്കെ രചിക്കുന്നത്. സുബ്ഹാനക യാ റബ്ബ്,
അല്ലേ? വല്ലേ നീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് ബായിക്കൂടാ തീരം ചെയ്യും ഞാനെന്നോവർ. സുബ്ഹാനക യാ റബ്ബ്. വല്ല നിലത്തുനിന്ന് എന്നെ വിളിച്ചാൽ ഞാൻ കേൾക്കും, ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹ്യിദ്ദീൻ ശിഹാബ് റളിയല്ലാഹു പറയുകയാണെങ്കിൽ ആ മുഹ്യിദ്ദീൻ ശിഹാബ് റളിയല്ലാഹു അള്ളാഹിനോട് അടുത്തിട്ടുണ്ട്. ആ കേൾക്കാനുള്ള കേൾവി അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ വിശ്വാസം എന്താ? അതെങ്ങനെ കേൾക്കും? അത് കേൾക്കാൻ പറ്റുമോ? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മക്കളെ, നിങ്ങൾക്ക് അള്ളാഹിൻ്റെ കഴിവിൽ വിശ്വാസമില്ല. നിങ്ങളുടെ അള്ള ഏതാ? ചില മനുഷ്യന്മാർ പറയുന്നുണ്ട് മനുഷ്യൻ്റെ കഴിവ് അസ്തമിക്കുന്നിടത്താണ് അള്ളാഹിൻ്റെ കഴിവിൻ്റെ തുടക്കം. പാച്ച കുഫറല്ലത് ആണോ? മനുഷ്യൻ എന്ത് കഴിവാടോ ഉള്ളത്? മനുഷ്യൻ ഒരു കഴിവുമില്ല. എല്ലാ കഴിവും അള്ളാഹിൻ്റെത് മാത്രമാണ്. എല്ലാ കഴിവും അള്ളാഹിൻ്റെത് മാത്രമാണ്. അള്ളാഹ് തന്നതല്ലാതെ ഭൗതികമായിട്ടുമില്ല അഭൗതികമായിട്ടുമില്ല. അള്ളാഹ് എല്ലാം നൽകുന്നവനല്ല അള്ളാഹ്. അല്ലാതെ മനുഷ്യൻ കുറച്ച് തരും, ബാക്കി മറഞ്ഞതൊക്കെ അള്ളാഹിനോട്, നേരെയുള്ളതൊക്കെ മനുഷ്യനോട്. അല്ലല്ലല്ല, എല്ലാം അള്ളാഹിനോട്. ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ സഹായിക്കുന്നതില്ലേ, എല്ലാ സഹായവും നിന്നോട് മാത്രമല്ല. അതിൽ അഭൗതികമൊന്നുമില്ല. രോഗം വന്നാൽ ഡോക്ടറെ അടുത്ത് പോയാൽ ഈ ആയത്ത് പ്രകാരം ശിർക്കാവും. അപ്പോൾ അവിടെ ഭൗതികമൊന്നുമില്ല അഭൗതികമൊന്നുമില്ല. അതൊക്കെ നിങ്ങൾ കൂട്ടിച്ചേർത്തതാണ് മക്കളെ. ഇയ്യാക നസ്തഈൻ നിന്നോട് മാത്രം. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോകേണ്ട നിനക്ക് രോഗം വന്നാൽ കണ്ടനാടിയേക്കാൾ അടുത്തുള്ള അള്ളാഹിനോട് ചോദിക്കാൻ പറ്റൂലേ നിനക്ക്? ചില ആളുകൾ ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് എനിക്ക് അള്ളാഹ് മതി, എനിക്ക് ജീലാനി തങ്ങൾ വേണ്ട. നിനക്ക് അള്ളാഹ് മതി, ഓക്കെ. നിനക്കൊരു രോഗം വന്നാൽ നീ അള്ളാഹ് മതി എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുമോ? ഹോസ്പിറ്റലിൽ പോവോ? അപ്പോൾ ഹോസ്പിറ്റലിൽ പോവും. എന്ത് നിനക്ക് അപ്പം അള്ളാഹിനെ വേണ്ടേ? നീ അള്ളാഹിനെ അവിടെ മാറ്റി വെച്ചോ? എന്തൊരു ദീനാണോ ഇത്? അള്ളാഹ് നിങ്ങൾ മനസ്സിലാക്കണ്ടേ മക്കളെ? നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ? നിങ്ങൾ ആരൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. അള്ളാഹു ബോധം തരട്ടെ. അത് നിനക്ക് അള്ളാഹിനെ അപ്പം വേണ്ടാത്തത്? നിനക്ക് അപ്പം ഡോക്ടറെ മതിയോ? എടോ, നിങ്ങൾ ഏതുദ്ദേശത്തിലാണോ നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോകുന്നത്, അതേ ഉദ്ദേശത്തിൽ തന്നെയാണ് മഹാന്മാരുടെ അടുക്കലേക്ക് നമ്മൾ പോണത്. എല്ലാം മിൻ ഇൻദില്ല, അള്ളയാണ് തരുന്നത്, ഡോക്ടറല്ല തരുന്നത്. നിന്റെ വിശ്വാസം ഡോക്ടറാണ് തരുന്നത് എന്നാണോ? എങ്കിൽ നീ മുശ്രിക്കാണ്, നീ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി പൊയ്ക്കോ. അല്ല, നിന്റെ വിശ്വാസം എന്താ? അള്ളയാണ് തരുന്നത്, ഡോക്ടർ ഒരു കാരണമാണ്. ഇത്രയേ ഉള്ളൂ. ഭൗതികമാകട്ടെ അഭൗതികമാകട്ടെ, മുത്തുനബിയുടെ അടുക്കലേക്ക് സ്വഹാബത്ത് അഭൗതികമായ കാര്യങ്ങൾക്ക് ചെന്നത് മുത്തുനബി തരുമെന്ന് കരുതിയിട്ടല്ല. മുത്തുനബി അള്ളാഹുവിൽ നിന്ന് വാങ്ങിത്തരും, അള്ളാഹ് കൊടുത്തതിൽ നിന്ന് തരും. അല്ലാതെ സ്വന്തമായിട്ട് അള്ളാഹിൻ്റെ റസൂൽ ഒന്നും തരൂല. അത് അള്ളാഹ്ക്ക് മാത്രം. എല്ലാ സഹായവും അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. മനസ്സിലാക്കാൻ അള്ളാഹു ബോധം നൽകിയ മനുഷ്യരാണെങ്കിലും മനസ്സിലാക്കുമല്ലോ. അള്ളാഹു ഹിദായത്ത് തരട്ടെ. അപ്പോൾ മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു അവിടുന്ന് വലിയ മഹാനായിരുന്നു. ഒരുപാട് കറാമത്തുകളുണ്ട്. ജനങ്ങൾ അവിടുത്തെ മുമ്പിൽ വന്നിട്ട് സങ്കടം പറയുന്നുണ്ട്, സയ്യിദി മഴയില്ല, വല്ലാത്ത പ്രയാസത്തിലാണ്. മഴയുടെ മാലാഖയായ മീകായിൽ അലൈഹിസ്സലാമിനെ ആ ദറസിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് മഴ നൽകാൻ കൽപ്പിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നും ആ പള്ളി അറിയപ്പെടുന്നത് മസ്ജിദ് മീകായിൽ എന്നാണ്, മീകായിൽ പള്ളി എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? അത്രമേൽ അള്ളാഹിൻ്റെ ഔലിയാക്കൾക്ക് ഇതൊക്കെ നിസ്സാരല്ലേ? മലക്കുകളെക്കാൾ സ്ഥാനാർക്ക അള്ളാഹിൻ്റെ ഔലിയാക്കൾക്കാണ്, അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾക്കാണ്. അതിപ്പോൾ എങ്ങനെയാണ് മീകായിൽ വരിക? നിൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ വരൂല. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചത് പ്രകാരം മനസ്സിലാക്കിയാൽ എല്ലാം ക്ലിയറാവും. നീ ഒരു വലിയായാൽ നിന്നെക്കാൾ താഴെയാണ് അള്ളാഹുവിൻ്റെ മാലാഖമാർ. മനുഷ്യൻ അത്രമേൽ കഷ്ടപ്പെടണം അങ്ങോട്ടെത്താൻ. അള്ളാഹിൻ്റെ ഔലിയാക്കൾക്ക് അത് കൊടുക്കും. കീഴക്കരയിലാണ് മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹുവിൻ്റെ മഖാമുള്ളത്. പോയിട്ടുണ്ടോ അവിടെ? പോകാൻ, സിയാറത്ത് ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ അള്ളാഹിൻ്റെ ഔലിയാക്കളെ വിളിച്ചാൽ, ഇപ്പോൾ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഒരു സ്വഹാബിക്ക് പ്രയാസം വരുമ്പോൾ വിളിക്കുകയാണ്, യാ മുഹമ്മദ് നബിയെ, എൻ്റെ കാല് കോച്ചി പിടിച്ച സംഭവത്താണ്. ആ കോച്ചിപ്പിടുത്തം അങ്ങ് മാറിപ്പോയി. അവിടെ വിളിക്കുകയാണ്, മുത്തുനബി വിളിക്കുകയാണ്. എന്തേ അല്ലോ എന്ന് പറഞ്ഞ് വിളിക്കാത്തത് എന്താ? എടോ, മുത്തുനബിയെ വിളിച്ചാൽ മുത്തുനബി സഹായിക്കും എന്ന് മനസ്സിലാക്കിയാൽ ആ സഹായം എവിടെ നിന്നാണ്? അള്ളാഹുവിൽ നിന്നാണ്. അത് മനസ്സിലാക്കിയ ഒരു മനുഷ്യന് ഈ ഒരു ചോദ്യം വരൂല. അങ്ങനെ ചോദിച്ചാൽ നീ സ്വയം ചോദിക്കണം. നിനക്ക് രോഗം വന്നപ്പോൾ നീ എന്തിന് ഡോക്ടറുടെ അടുക്കൽ പോയി? നിനക്ക് അള്ള ഉണ്ടായിരുന്നില്ലേ? കണ്ടനാടിയേക്കാൾ അടുത്ത അള്ളാനേക്കാൾ വലുതാണോ? 10-200 കിലോമീറ്റർ അപ്പുറയുള്ള ഡോക്ടറുടെ വീട് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇവിടെയുള്ള അള്ളാനേക്കാൾ വലുതാണോ നിനക്ക് അവിടെയുള്ള ഹോസ്പിറ്റൽ? എടോ, ഇവിടെയുള്ള അള്ളാനെ വിട്ടിട്ട് നീ അവിടെയുള്ള ഡോക്ടറുടെ അടുത്തേക്ക് പോകണം എന്തിനാ? മനസ്സിലാകുന്നുണ്ട് മക്കൾ? ഇതൊരു സങ്കടം കൊണ്ടാണ് ഉമ്മത്ത് മുസ്ലിമിനെ കാഫറും മുശ്രിക്കാക്കി കളിക്കുക. അയ്യയ്യ, നാണക്കേട്, നെറികെട്ട ഏർപ്പാട്. അള്ളാഹു ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവൊക്കെ പറയുന്നുണ്ട്, നമ്മൾ സാധാരണ ചൊല്ലുന്ന ഖുത്ബിയത്ത് ഉണ്ടല്ലോ, അത് ഒരു 2 മിനിറ്റ് കൊണ്ട് ചൊല്ലാൻ പറ്റിയ ഖുത്ബിയത്തുണ്ട്. അതായത് നമ്മൾ സാധാരണ ഒരുപാട് നേരം വേണം അല്ലേ? 1000 വട്ടമൊക്കെ വിളിക്കുമ്പോൾ ഒരുപാട് നേരം വേണം. അത് ഇഖ്ലാസുള്ള വിളിയായി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫലം വല്ലാതെ അനുഭവിക്കാൻ കഴിയും. അള്ളാഹു അതിനൊക്കെ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഏതായാലും 2 മിനിറ്റ് കേവലം സമയം കൊണ്ട് നമുക്ക് ചെല്ലാൻ പറ്റിയൊരു ഖുത്ബിയത്തുണ്ട്. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ഹദീസിൻ്റെ മേഖലയിൽ വലിയ പണ്ഡിതനാണ്. ഹാഫിള് എന്നുള്ള ഒരു പദം തന്നെ
ഖുർആൻ ഹാഫിളാണെന്നുള്ള അർത്ഥത്തിലല്ല, ലക്ഷത്തിൽ പരം ഹദീസുകൾ മനപ്പാടുള്ള മഹാപണ്ഡിതനാണ് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു. ആ ഇമാം സുയൂത്തി തങ്ങൾ അവിടുത്തെ അർ-റഹ്മ ഫി ത്വിബ്ബി വൽ ഹിക്മ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. എന്താണ്? നിങ്ങൾക്കൊരു വലിയ ആഗ്രഹം നടക്കാനുണ്ട്, ഒരു പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനുണ്ട്. എന്ത് ചെയ്യണമെന്നറിയോ? വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു ഖിലാസ് ഇല്ലാതെ നോക്കിയിട്ട് കാര്യമില്ല. ഖിലാസോടുകൂടെ ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു നിൽക്കുക. അങ്ങനെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് ഒരു ഫാത്തിഹ സൂറത്ത് എത്രണ്ണം? ഒരെണ്ണം. ആയത്തുൽ കുർസി ഒരെണ്ണം. അലം നശ്റഹ് സൂറത്ത് ഒരെണ്ണം. ഒരു തവണ ഫാത്തിഹ, ഒരു തവണ ആയത്തുൽ കുർസി, ഒരു തവണ അലം നശ്റഹ്. ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു നിന്നിട്ട് ഓതുക. എന്നിട്ട് പതിയെ തിരിഞ്ഞ് ബാക്കി, അതായത് നമ്മൾ പടിഞ്ഞാറേക്കാണെങ്കിൽ അവിടെ നിന്ന് തിരിഞ്ഞ് ഇങ്ങോട്ട് 11 അടി എടുത്തു വെക്കുക. എത്ര അടി? 11 അടി. ഈ 11 അടി എടുത്തു വെക്കുന്നതിനിടയിൽ 10 തവണ യാ സയ്യിദി അബ്ദുൽ ഖാദിർ, യാ സയ്യിദി അബ്ദുൽ ഖാദിർ, എൻ്റെ നേതാവായ അബ്ദുൽ ഖാദിർ എന്നവരെ എന്ന് വിളിക്കുക. എൻ്റെ ദൈവമേ എന്നല്ല അവിടെ പറയുന്നത് അബ്ദുൽ ഖാദിർ റളിയല്ലാഹുവിനെ കുറിച്ച്. മനസ്സിലാവുന്നുണ്ട്, എനിക്ക് ബുദ്ധിയുണ്ട്, എനിക്ക് മനസ്സിലാവും. യാ സയ്യിദി, എൻ്റെ നേതാവായ അബ്ദുൽ ഖാദിർ. 11 അടി എടുത്ത് വെക്കുന്നതിനിടയിൽ 10 തവണ വിളിക്കുക, എന്നിട്ട് നിൽക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് മഹാനായ ജീലാനി തങ്ങളുടെ പേരിൽ തവസ്സുലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഓതിയത് മുഴുവൻ ജീലാനി തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഹദിയ ചെയ്യുക. നിങ്ങളുടെ എത്ര വലിയ പ്രയാസവും അള്ളാഹു മാറ്റിത്തരുമെന്ന് മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞത്? 3 സൂറത്തുകൾ ഓരോ തവണ. സൂറത്തുൽ ഫാത്തിഹ, അതുപോലെ തന്നെ ഒരെണ്ണം ആയത്താണല്ലേ, ആയത്തുൽ കുർസി, പിന്നെ അലം നശ്റഹ് സൂറത്ത്. ഓരോ തവണ ഓതുക, ഖിബ്ലക്ക് നേരെ നിന്നുകൊണ്ട് തിരിഞ്ഞ് നടക്കുക. 11 അടികൾ എടുത്തു വെക്കുക. 11 അടിക്കിടയിൽ 10 തവണ യാ സയ്യിദി അബ്ദുൽ ഖാദിർ എന്ന് വിളിക്കുക. എന്നിട്ട് 11ാമത്തെ അടി നിന്നതിന് ശേഷം അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക. ദുആ അള്ളാഹിനോട്, സഹായതേട്ടം അള്ളാഹ് അനുവദിച്ചവരോടൊക്കെ. ഇത് മനുഷ്യന് മനസ്സിലാവൂലേ? അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഇനി നിങ്ങൾ ഈസാ നബിയെയും നിങ്ങൾ കാഫിറാക്കൂ. കാരണം സ്വഹീഹായ ഹദീസിലില്ലേ, ലയൻസിലന്ന ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരും, ദജ്ജാലിനെ കൊല്ലും, പന്നികളെ കൊല്ലും, ഇതൊക്കെ ചെയ്തിട്ട് സുമ്മ ലഇൻ ഖാമ അലാ ഖബ്രി, എൻ്റെ ഖബറിൻ്റെ അടുക്കൽ വരും. ഫഖാല യാ മുഹമ്മദു, മുഹമ്മദ് നബിയെ എന്നെ സഹായിക്കണേ എന്നർത്ഥത്തിൽ വിളിക്കും. ല ഉജീബന്ന, തീർച്ചയായും ഞാൻ ഉത്തരം കൊടുക്കും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? എന്താ ഈസാ നബിക്ക് അള്ളാനെ വിളിച്ചാൽ പോരായിരുന്നോ? മുഹമ്മദ് നബിയെ വിളിക്കുന്ന എന്തിനാ സഹായത്തിന്? എടോ, എല്ലാ സഹായവും അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹ് അനുവദിച്ച എല്ലാ സഹായവും അള്ളാഹുവിൽ നിന്നാണ്. ഇത് മനസ്സിലാക്കിയവരാണ് അമ്പിയാക്കൾ, ഔലിയാക്കൾ. ഇനി നിങ്ങൾ പറ, ഈസാ നബി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയോ? ഇനി സഹായിക്കൂ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി. നിങ്ങളുടെ മതമേതാണ്? ഉമ്മത്ത് മുസ്ലിമിനെ കാഫറും മുശ്രിക്കും ആക്കിയിട്ട് ആ കിട്ടണ പൈസ നക്കി ജീവിക്കാൻ നാണമില്ലേ സമൂഹമേ? നാണമില്ലേ നിങ്ങൾക്ക്? നാണമില്ലേ? ദഹിക്കോ അത് വയറ്റിനകത്ത് ചെന്നാൽ? ഇങ്ങനെ ഈ ബഹളം ഉണ്ടാക്കിയിട്ട് എത്ര പൈസ കൊണ്ട് കൊട്ടാരം പണിതവർ, കല്ലുകോറയിൽ പണിയെടുത്ത് നടന്നവരൊക്കെ ഇന്ന് വലിയ കോടീശ്വരന്മാരായിട്ടുണ്ട്. ഉമ്മത്ത് മുസ്ലിമിനെ കാഫറും മുശ്രിക്കുമാക്കി കിട്ടുന്ന ചോറ് തിന്നിട്ട് നാണമില്ലേ നിങ്ങൾക്ക്? നിങ്ങളുടെ വയറ്റിലത് കിടന്ന് ദഹിക്കോ മക്കളെ? എന്തൊരു സ്വഭാവമാണിത്? എന്തൊരു നാണം കെട്ട ഇടപാടാണിത്? അള്ളാഹു റബ്ബുൽ ആലമീൻ ബോധം കൊടുക്കട്ടെ. അള്ളാഹു ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കട്ടെ, ഇല്ലെങ്കിൽ അത്തരം ആളുകളുടെ ഉപദ്രവത്തിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം ഇന്ന് സയ്യിദി ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ മനോഹരമായ മാസത്തിൽ അവിടുത്തെ സമ്മാനമായി നിങ്ങളിലേക്ക് നൽകാൻ അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ചോദ്യം, ഇന്ത്യ മഹാരാജ്യത്ത് ഒരു വലിയ കടന്നു വന്നു. ആ വലിയ നിമിത്തം 90 ലക്ഷം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. ഹിന്ദുമേ 90 लाख को कलमा पढ़वाയ 90 ലക്ഷം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു ആ വലിയ നിമിത്തം. ആരാണ് ആ മഹാനായ വലിയ? കമൻറ്റ് ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين.
അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. കരുണക്കടലായ റബ്ബേ, സദസ് നീ സ്വീകരിക്കണേ അല്ലാ. ഇതിൻ്റെ മിഥിൽ സവാബ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അവിടുത്തെ പൊരുത്തം നൽകണേ അല്ലാ, തിരുനോട്ടം നൽകണേ അല്ലാ. നീ ഖായിബാക്കല്ലേ അല്ലാ. പടച്ചവൻ ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് എന്തെല്ലാം മുറാദുകൾ ഞങ്ങളുടെ മനസ്സിലുണ്ടോ ആ മുറാദുകളൊക്കെ നീ ഹാസുലാക്കണേ അല്ലാ. വേദനകളെല്ലാം നീ അകറ്റണേ അല്ലാ. യാ റബ്ബന, അസുഖബാധിതരുണ്ട്, ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവരുണ്ട്, പരിപൂർണ്ണ ശിഫ നൽകണേ അല്ലാ. മക്കളെ നന്നാക്കണേ അല്ലാ. ഇല്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണയല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല. സിഹറുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണയല്ല. സമാധാനമുള്ള ജീവിതം നൽകണയല്ല. പടച്ചോനെ, ഞങ്ങൾ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഇതുപോലെ കുടുംബസമേതം മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജീലാനി തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നിന്റെ സ്വർഗീയ ലോകത്ത് ഒരുമിപ്പിക്കണയല്ല. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകണയല്ല. പടച്ചവനെ, നീ ഖബൂൽ ചെയ്യണയല്ല. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.